ബാലി രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. മോളെന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് മാറി നിൽക്കുന്നത്? ഇതിൻ്റെ പേരിൽ അമ്മ മോളെ വഴക്ക് പറയുമെന്ന് ഓർത്തിട്ടാണോ ഈ കണ്ണ് നിറയുന്നത്? ദേവിയുടെ സങ്കടം കണ്ടപ്പോൾ അമ്മ ചോദിച്ചു. അമ്മ അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഇവൻ എന്തെങ്കിലും മുറിവ് വല്ലം പറ്റിയാൽ എല്ലാ അമ്മമാരെ പോലെ എനിക്കും ആദിയാണ്. ഇനി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ശകാരിക്കുമെന്നല്ലാതെ അതിൻ്റെ പേരിൽ മോളെ കുറ്റപ്പെടുത്തില്ല. ശരിക്കും അപ്പോഴാണ് ദേവിക്ക് ആശ്വാസമായത്. വൈകുന്നേരം 2 പേരും കൂടി അമ്പലത്തിൽ പോകണം. ഇന്ന് ജയൻ്റെ പക്കനാളാണ്. എല്ലാ പക്കനാളിനും അവൻ്റെ പേരിൽ പൂജയ്ക്കും വഴിപാടിനും ഒക്കെ ഇവിടുന്ന് കൊടുക്കാറുണ്ട്. അത് പൂജാരി കൃത്യമായി ചെയ്യുകയും ചെയ്യും. വൈകുന്നേരം 2 കൂടി പോയി പ്രസാദം വാങ്ങണം കേട്ടോ. ഇന്നിനി ഓഫീസിലൊന്നും പോകാൻ നിൽക്കണ്ട ജയ. ഈ മുറിവൊക്കെ ഒന്ന് ഭേദമായിട്ട് പോയാൽ മതി. പറഞ്ഞുകൊണ്ട് അമ്മ ബെഡിലേക്ക് കിടന്നു. ബാംഗ്ലൂർ കൊണ്ടുപോയി വന്ന ഡ്രസ്സുകൾ വാഷ് ചെയ്യുകയായിരുന്നു ദേവി. ഭക്ഷണമാക്കി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജയൻ ബാഗിൽ നിന്നും അലക്കാനുള്ള ഡ്രസ്സുകൾ പുറത്തേക്കെടുക്കുന്നു. അതവിടെ ഇട്ടേക്കൂ, ഞാൻ വാഷ് ചെയ്തോളാം. ദേവി പറഞ്ഞപ്പോൾ ജയൻ അവളെ മുഖമുയർത്തി നോക്കി. വേണ്ടടോ, തനിക്കതൊരു ബുദ്ധിമുട്ടാകും. ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. ജയൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി. ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ദേവി അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് ജയൻ കരുതിയില്ല. സുഖമില്ലാതെ ഇരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം. പിന്നെ ജയൻ അവളെ തടയാൻ പോയില്ല. ദേവി അവൻ്റെ തുണികളും എടുത്ത് പോകുന്നതും നോക്കി ജയൻ നിന്നു. തൻ്റെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിച്ചു തുടങ്ങിയല്ലോ എന്നോർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. തുണികൾ അലക്കി വിരിച്ച് ഭക്ഷണവും കഴിച്ച് ദേവി കുഞ്ഞിനെയും എടുത്ത് മുറിയിൽ പോയി അവൾക്ക് പാലുകൊടുത്തുറക്കി. അവളും ചെറുതായി മയങ്ങി. വൈകുന്നേരം മാതുമോള് ഉറക്കമുണർന്നിട്ടും ദേവിയെ കാണാഞ്ഞ് ജയൻ റൂമിലേക്ക് വന്നു. അവൾ ഉറക്കമാണ്, ശല്യം ചെയ്യേണ്ടെന്ന് കരുതി അവൻ ഉണർത്തിയില്ല. 6 മണിയായിട്ടും ദേവി എഴുന്നേറ്റ് വന്നില്ല. മോൾ ഇതുവരെ എഴുന്നേറ്റില്ലേ കുട്ടാ? സാധാരണ ഇങ്ങനെ ഒരു ഉറക്കം പതിവില്ലാത്തതാണ്. എന്ത് പറ്റി അവൾക്ക്? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മഹേശ്വരി അമ്മ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. റൂമിൽ ചെല്ലുമ്പോൾ കണ്ടു ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ദേവിയെ. മോളെ ദേവി, സന്ധ്യയായി, അമ്പലത്തിൽ പോകുന്നില്ലേ? ചോദിച്ചുകൊണ്ട് പതിയെ തട്ടി വിളിച്ചു. അവളുടെ ശരീരത്തിൽ കൈവയ്ക്കുമ്പോൾ പൊള്ളുന്ന ചൂട്. മഹേശ്വരിയമ്മ വെപ്രാളത്തിൽ നെറുകിൽ കൈവച്ചു. ഈശ്വര, പൊള്ളുന്ന ചൂടുണ്ടല്ലോ കുട്ടിക്ക്. കുട്ടാ, മോനെ ഒന്നിങ്ങി വന്നേ. മഹേശ്വരിയമ്മയുടെ നിലവിളി കേട്ടാണ് ജയൻ മോളെയും എടുത്തു കണ്ട് റൂമിലേക്ക് വന്നത്. എന്താ അമ്മേ, എന്ത് പറ്റി? എടാ, ദേവിമോൾക്ക് പൊള്ളുന്ന പനി. അതുകൊണ്ടാണോ കുട്ടി ഇത്രയും നേരം ഉണർന്നു വരാത്തത്? നീയൊരു കാര്യം ചെയ്യ്, ഡോക്ടറെ വിളിക്ക്. ജയൻ മൊബൈലെടുത്ത് അമ്മയെ സ്ഥിരമായി കാണിക്കാറുള്ള ഡോക്ടറുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ ജയൻ, ഡോക്ടർ, അത്യാവശ്യ കാര്യമാണ്. ഒന്ന് വീട് വരെ വരാമോ? വൈഫിന് നല്ല പനിയാണ്. സോറി ജയൻ, ഞാനിപ്പോൾ അവിടെ ഇല്ല, വയനാടാണ്. 50 ഡേയ്സ് ക്യാമ്പ്. ഒരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നാൽ മതി. ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടർമാർ കാണും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അതും പറഞ്ഞുകൊണ്ട് ജയൻ ഫോൺ കട്ടാക്കി. ജയൻ മാതുമോളെ അമ്മയെ ഏൽപ്പിച്ചു. ദേവി, ദേവി, എടോ എഴുന്നേൽക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. മൂളലല്ലാതെ അനക്കമൊന്നുമില്ല. അമ്മ ഒരു കാര്യം ചെയ്യ്, മോളെയും കൊണ്ട് ഇവിടെ ഇരിക്ക്. ഞാൻ ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. അതല്ല കുട്ടാ, ഞാനും കൂടി വരാം. എന്നാൽ പിന്നെ അമ്മയും കൂടി വാ. മഹേശ്വരി അമ്മ വേഗം കുഞ്ഞിനെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി കാറിൻ്റെ ഡോറ് തുറന്നു വെച്ചു. ജയൻ ദേവിയെ പതിയെ എഴുന്നേൽപ്പിച്ചിരുത്തി. മാറിൽ നിന്നും സാരി അടർന്നു മാറിപ്പോയി. അവൻ പെട്ടെന്ന് സാരി എടുത്ത് പുതച്ചു പിടിച്ചു. അവളെയും എടുത്തുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് പനി ചെക്ക് ചെയ്ത് നോക്കി. പനി കൂടുതലാണ്. കുറയുന്നതിനായി ഇഞ്ചക്ഷൻ എടുത്തു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നു. കണ്ണു തുറന്ന് മിഴിച്ചു നോക്കി. ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലായതും ചുറ്റുപാടും നോക്കി ആരുണ്ടെന്ന്. അടുത്തിരിക്കുന്ന ജയനെയും മഹേശ്വരി അമ്മയെയും അവരുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്ന മാതുമോളെയും കണ്ടു. ഞാനെന്താ ഇവിടെ? എടോ, തനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് 1/2 മണിക്കൂറാകും. ഇഞ്ചക്ഷൻ എടുത്തു, ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ പോകാം. മോൾ ഉറങ്ങുവാണോ? ബുദ്ധിമുട്ടായി അല്ലേ എല്ലാവർക്കും? വല്ലാതെ കിതച്ചുകൊണ്ട് ദേവി ചോദിച്ചു. പിന്നെ വലിയ ബുദ്ധിമുട്ടായി. ജയനും അവളുടെ അതേ ടോണിൽ മറുപടി പറഞ്ഞു. ദേവി പിന്നൊന്നും പറയാതെ ചരിഞ്ഞു കിടന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് നോക്കി. 5 ദിവസത്തേക്കുള്ള ഗുളികയും
ആൻറ്റിബയോട്ടിക്കുമൊക്കെ കൊടുത്താണ് വീട്ടിലേക്ക് വിട്ടത്. തിരികെ പോകാൻ നേരം ജയൻ ദേവിയെ താങ്ങി പിടിച്ചു. വേണ്ട, ഞാൻ നടന്നോളാം, അവൾ ദയനീയമായി ജയനോട് പറഞ്ഞു. ഇങ്ങോട്ട് ഞാൻ എടുത്താണ് കൊണ്ടുവന്നത്, അത്രയ്ക്ക് ബോധമില്ലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ തനിയെ നടന്നാൽ മതി, ഒരു സപ്പോർട്ട് തന്നേ ഉള്ളൂ. ജയൻ പറയുമ്പോൾ ദേവി പിന്നെ മറുപടി ഒന്നും പറയാൻ പോയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. കാറിൽ കയറിയപ്പോൾ മാതുമോൾ ദേവിയുടെ മടിയിലിരിക്കാൻ ശാഠ്യം പിടിച്ചു. കുഞ്ഞിന് പനി പകരുമെന്ന് പറഞ്ഞ് ദേവി മാതുമോളെ എടുത്തില്ല. എന്നാൽ അവൾക്ക് ദേവി മാത്രം മതി. ഒടുവിൽ അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ മഹേശ്വരിയമ്മ ദേവിയുടെ കയ്യിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. അവളുടെ മാറിൽ പറ്റിച്ചേർന്നപ്പോൾ തന്നെ കരച്ചിൽ സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം മഹേശ്വരിയമ്മ കിച്ചണിൽ കയറി പൊടിയരിക്കഞ്ഞിയും അച്ചാറും എടുത്തു വെച്ചു. അത് ദേവിയെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്തു. വായ കശപ്പുണ്ടെന്ന് പറഞ്ഞ് മാക്സിമം കുടിക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ മഹേശ്വരിയമ്മ അതിനനുവദിച്ചില്ല. രാത്രിയിൽ കുഞ്ഞ് ദേവിയുടെ അടുത്തു നിന്ന് മാറിക്കിടക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഉറങ്ങിയതിന് ശേഷം മഹേശ്വരിയമ്മ പതിയെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തി. ബെഡിൽ ദേവി മാത്രം കിടന്നു. എന്നാൽ ദിവാൻ കോട്ടിൽ കിടക്കുന്ന ജയനെ കണ്ടപ്പോൾ അവൾക്ക് വയ്യല്ലായ്മ തോന്നി. ഉറങ്ങിക്കിടക്കുന്ന ജയൻ്റെ മുഖത്തേക്ക് ഏറെ നേരം ദേവി അങ്ങനെ നോക്കിക്കിടന്നു. എപ്പോഴോ അവളും ഉറങ്ങിപ്പോയി. രാത്രിയിൽ ദേവിയുടെ മൂളലും ഞരക്കവും കേട്ടാണ് ജയൻ ഉണർന്നത്. അവൻ നോക്കുമ്പോൾ ദേവി വിറയ്ക്കുന്നു. അവൻ വേഗം AC ഓഫാക്കി അവളെ പുതപ്പെടുത്ത് പുതച്ചു കൊടുത്തു. നെറുകിൽ കൈവച്ചപ്പോൾ ചൂടുണ്ട്, പനി വിട്ടിട്ടില്ല. ദേവി അവ്യക്തമായി എന്തൊക്കെയോ പിറപിറുക്കുന്നു. ദേവി ദേവി ഹോസ്പിറ്റലിൽ പോണോ തനിക്ക്? അത്രമാത്രം പറഞ്ഞു. വെള്ളം വേണം. ജയൻ വെള്ളത്തിൻ്റെ ജാറെടുത്ത് നോക്കി. അത് ശൂന്യം. അവൻ വേഗം കിച്ചണിൽ പോയി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനെ ഫ്ലാസ്കിലാക്കി. ദേവിക്ക് കുടിക്കാൻ അല്പം കട്ടനുണ്ടാക്കി അതുമായി റൂമിലേക്ക് വന്നു. ദേവിയെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് മാറ്റി അവളെ പതിയെ എഴുന്നേൽപ്പിച്ച് ചാരിയിരുത്തി. ദേവി കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടക്കാം, എഴുന്നേൽക്ക്. വേണ്ട, അവൾ തലയാട്ടി. പറ്റില്ല, താൻ വെള്ളം ചോദിച്ചു. അടഞ്ഞു പോകുന്ന കണ്ണുകളെ വലിച്ചു തുറന്നു പിടിച്ചു ദേവി. ദയനീയമായി ജയനെ നോക്കി. പക്ഷേ ജയനത് കണ്ടില്ല. അവൾക്ക് കുടിക്കാനുള്ള വെള്ളം ആറിക്കുന്ന തിരക്കിലായിരുന്നു അയാൾ. ഇടതു തോളിൽ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കൈ അവളുടെ വയറിന് മുകളിലായിരുന്നു. വലത് കൈകൊണ്ട് ഗ്ലാസ്സിലെ കട്ടൻ ദേവിയുടെ ചുണ്ടോട് ചേർത്തു. അവൾ അത്രയും കുടിച്ചു തീർത്തു. ജയൻ അല്പം കൂടി കട്ടൻ അവൾക്ക് ഒഴിച്ചു കൊടുത്തു. ഗ്ലാസ് മാറ്റിവെച്ച് അവളെ നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു തൂകുന്നു. എന്താ ദേവി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളില്ലെന്ന് തലയാട്ടി. പിന്നെന്താ, ഹോസ്പിറ്റലിൽ പോണോ തനിക്ക്? വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ? അതാണോ? ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്ക് സുഖമില്ലാതാകുമ്പോൾ താൻ ഇതുപോലെ നോക്കിയാൽ മതി. അവളെ ബെഡിൽ കിടത്തി ജയൻ ബെഡ്ഷീറ്റ് എടുത്ത് മൂടിക്കൊടുത്തു. ജയൻ ദിവാൻ കോട്ടിൽ പോയി കിടന്നു. ദേവിക്ക് അവനെ തടയണമെന്ന് തോന്നി, പക്ഷെ കഴിഞ്ഞില്ല. രാവിലെ ജയൻ ഉണരുമ്പോൾ ദേവി നല്ല ഉറക്കമായിരുന്നു. അവൻ അവളുടെ നെറുകിലും കഴുത്തിലും തൊട്ടു നോക്കി. പനി കുറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ റൂമിലെത്തുമ്പോൾ അമ്മയും മോളും ഉറക്കമാണ്. അവൻ കിച്ചണിൽ കയറി കട്ടനും മോൾക്കുള്ള പാലും കാച്ചി വെച്ചു. ദേവിക്ക് പനിയായതുകൊണ്ട് മോൾക്ക് പാല് കാച്ചി കൊടുക്കാമെന്ന് കരുതി. കട്ടനിട്ട് അടച്ചു മാറ്റി വെച്ച് ഒരു ഗ്ലാസ് ഒഴിച്ചെടുത്ത് അതുമായി പുറത്തേക്കിറങ്ങി ന്യൂസ് പേപ്പർ വായിക്കാനിരുന്നു. മാതുമോൾ ഉണർന്നപ്പോൾ അടുത്തത് ദേവിയെ കാണാൻ കരഞ്ഞു. അമ്മ! കണ്ണും തിരുമ്മി വലിയ വായിൽ നിലവിളിക്കുന്നത് കേട്ടാണ് മഹേശ്വരിയമ്മ ഉണർന്നത്. മോളുടെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ ജയൻ വായിച്ചു കൊണ്ടിരുന്ന പേപ്പർ മടക്കി വെച്ച് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അച്ചോടാ, അച്ഛൻ്റെ സുന്ദരി ഉണർന്നോ? കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അച്ഛ, അമ്മ! ജയൻ മോളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. മുറിയിൽ ചെന്നു. ദേവി ഉറക്കമാണ്. അമ്മയെ കണ്ടതും പെണ്ണ് ജയനിൽ നിന്നും ഊർന്നിറങ്ങി ദേവിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അവൾ എഴുന്നേറ്റിരുന്ന കുഞ്ഞിനെ മടിയിൽ വച്ചു. എനിക്ക് പനിയാണ്, മോൾ എൻ്റെ കൂടെ ഇരുന്നാൽ. തൻ്റെ മോളല്ലേ, അവൾക്ക് പനി പിടിക്കില്ല. ജയൻ അതും പറഞ്ഞു പോയി ദേവിക്കുള്ള ചായയുമായി വന്നു. ഞാൻ എടുക്കാമായിരുന്നു. അതെന്താടോ ഞാനെടുത്താൽ? അവൾക്കടുത്തേക്ക് നീങ്ങി ചായ കയ്യിൽ ഏൽപ്പിച്ചു ജയൻ. അപ്പോഴേക്കും അമ്മ റൂമിലേക്ക് വന്നു. പനി കുറവുണ്ടോ മോളെ? രാത്രിയിൽ നല്ല പനിയായിരുന്നമ്മേ, ഇടയ്ക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ജയ? മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ജയൻ അവളുടെ കഴുത്തിലും നെറുകിലും തൊട്ടു നോക്കി. പനിയുണ്ട്, നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാം ദേവി. വേണ്ട, ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് മതി.
എന്നാൽ താൻ റെസ്റ്റ് എടുക്ക്. ഇല്ല, എനിക്ക് കുഴപ്പമില്ല. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നതും തല ചുറ്റുന്നത് പോലെ തോന്നി. വീഴാൻ മാഞ്ഞതും അവൾ അള്ളിപ്പിടിച്ചത് ജയനെയാണ്. വേഗം ജയൻ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ചു അവളെ. ഞാൻ പറഞ്ഞില്ലേ ദേവി, തലകറക്കമുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. മഹേശ്വരി അമ്മ മാതുമോളെയും എടുത്ത് പുറത്തേക്കിറങ്ങി. വേണ്ട, അവളുടെ സ്വരം നേർത്തു പോയി. എങ്കിൽ അടങ്ങിക്കിടക്ക്. താൻ ഒന്നും ചെയ്യണ്ട, ഞാനേ അമ്മയും ചെയ്തോളാം. അവനെ ചേർന്ന് നിന്നു അവൾ തളർച്ചയോടെ. ജയൻ അവളെ ബെഡിൽ കിടത്തി പുറത്തേക്കിറങ്ങി. അവൾ ചേർന്ന് നിന്നപ്പോൾ അവൻ്റെ ഉള്ളം തുടിച്ചുപോയി. അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം. നേരെ കൈലി മാടി ഒതുക്കി തലയിൽ തോർത്തും വട്ടം കെട്ടി മാതുമോൾ അച്ചേന്ന് വിളിച്ച് അവൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അച്ഛൻ്റെ പൊന്നെ, അവളെ കോരിയെടുത്ത് വട്ടം കറക്കി. അച്ഛൻ്റെയും മോളുടെയും സന്തോഷം നോക്കി നിന്നു മഹേശ്വരി അമ്മ. മോളെയും എടുത്ത് അടുക്കളയിൽ കയറി കിച്ചൺ സ്ലാബിൽ പെണ്ണിനെ ഇരുത്തി ഫ്രിഡ്ജിൽ നിന്നും മാവ് പുറത്തെടുത്തു. തണുപ്പ് മാറിയപ്പോൾ ഇഡലിക്ക് കോരി വെച്ചു, ചട്നിയും ഉണ്ടാക്കി. കുറുമ്പ് പെണ്ണ് അതിനിടയിൽ ബാക്കി മാവിൽ കൈയിട്ട് വാരി മുഖത്തും ദേഹത്തുമാക്കി. അച്ചോടാ, അച്ഛൻ പണിയാണല്ലോ പെണ്ണേ. കുഞ്ഞിപ്പെണ്ണ് വാതോരാതെ പൊട്ടിച്ചിരിച്ചു. അവളെ എടുത്ത് നേരെ വാഷ്റൂമിൽ ചെന്ന് മേല് കഴുകി വൃത്തിയാക്കി. ബഹളം കേട്ട് ദേവി നോക്കുമ്പോൾ കണ്ടു അച്ഛൻ്റെയും മോളുടെയും ബഹളം. അവളുടെ മനസ്സ് നിറച്ച കാഴ്ച. പെണ്ണ് വെള്ളത്തോടെ റൂമിൽ നിന്നിറങ്ങി ദേവിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. ദേവി എഴുന്നേറ്റിരുന്ന് അവളെ ടവലെടുത്ത് തുടച്ചു. ജയൻ ഇറങ്ങി വന്ന് പെണ്ണിനെ ഡ്രസ്സ് എടുത്തു കൊടുത്തു. അതും ദേവി ഇട്ടുകൊടുത്തു. ഉച്ചത്തേക്ക് കഞ്ഞിയും പയറും അച്ചാറുമാക്കി ജയൻ. മഹേശ്വരിയമ്മ എല്ലാം നോക്കിയിരുന്നു. പണ്ടും എനിക്ക് വയ്യെങ്കിൽ അവനാണ് പാചകം ചെയ്യുന്നത്. മകൻ ചെയ്യുന്ന അമ്മയും കുഞ്ഞിപ്പെണ്ണും നോക്കിയിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. 2025 ഇവിടെ അവസാനിക്കുമ്പോൾ എൻ്റെ പ്രിയ വായനക്കാരോടും കേൾവിക്കാരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി മാത്രമേ പറയാനുള്ളൂ. യൂട്യൂബ് ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ വരുന്ന എൻ്റെ വായനക്കാർക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അടുത്ത വർഷം എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സ്നേഹത്തോടെ രുദ്ര.